എല്ലാവർക്കും നമസ്കാരം. സഫിർജാൻ ഇഎക്സിന്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് നമ്മൾ സർവീസ് ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ സർവീസ് ഇൻവോയ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിവുണ്ടായിരിക്കില്ല. അപ്പൊ എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു അക്കൗണ്ടിങ്ങിന്റെ നിയമപ്രകാരം ആകെ രണ്ട് ഇൻകങ്ങൾ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ഇൻകങ്ങളുള്ളൂ. അതായത് ഒന്ന് സെയിൽസ്, മറ്റൊന്ന് സർവീസ്. സെയിൽസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രൊഡക്റ്റ് ഇൻവോയ്സ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുന്നത് അല്ലെ, പ്രൊഡക്റ്റ് വിൽക്കുന്നത്. പക്ഷെ അതേസമയം ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ആയിരിക്കും. എക്സാമ്പിൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റല്, റെസ്റ്റോറന്റുകള്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. അപ്പൊ അത്തരം സർവീസുകൾ എങ്ങനെയാണ് നമ്മൾ ഇൻവോയ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യാമെന്നുള്ളത്. അപ്പൊ ചില കമ്പനികൾ സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ടാവും. അതായത് ഇപ്പൊ എന്തെങ്കിലും ഉപകരണങ്ങൾ, ഇപ്പോ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, AC, മിക്സി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ സെയിലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിന്റെ സർവീസും ഉണ്ടാവും, അതിന്റെ റിപ്പയറിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഷോപ്പ്, കമ്പ്യൂട്ടറിന്റെ ആക്സറീസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടാവും, അതേസമയം കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ടാവും, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നത്, പ്രിന്റർ സർവീസ് ചെയ്യുന്നുണ്ടാവും, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സർവീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സെയിൽസ് ആയാലും സർവീസ് ആയാലും അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ചില കമ്പനികളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ടാവും. അപ്പൊ സെയിൽസ് ബില്ലിൽ തന്നെ ഒരു പക്ഷേ സർവീസിന്റെ ഇൻവോയ്സും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ GST ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് സർവീസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. കാരണം GST എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പൊ സർവീസിന്റെ കൂടി ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എന്തായാലും സർവീസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ സർവീസ് നമുക്ക് രണ്ട് രീതിയിൽ ടാലിയിൽ ചെയ്യാം, രണ്ട് വൗച്ചറുകളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാന്നുള്ളതും കൂടി നമ്മളിന്ന് പറയാൻ പോകണം. അപ്പൊ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണും, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാം. ഒരുപക്ഷെ അക്കൗണ്ടിങ് ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ ക്ലാസ് കഴിഞ്ഞിട്ടത് മറന്നുപോയവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടുതൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അവരിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പെട്ടെന്നുള്ള നമുക്ക് ചുരുങ്ങിയ രീതിയിലുള്ള റീപ്ലൈ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് റീപ്ലൈ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ തയ്യാറാക്കാം. നിങ്ങളുടെ സംശയങ്ങൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ തയ്യാറാക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സർവീസ് ഇൻവോയ്സ് എങ്ങനെയാണ് ടാലി പ്രൈമിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് കാണാം. ഓക്കെ, സർവീസ് ഇൻവോയ്സ് നമ്മൾ ചെയ്യേണ്ടത് സെയിൽസ് ഇൻവോയ്സിൽ തന്നെയാണ്. അതായത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മൾ കാണുന്ന വൗച്ചേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ F8 അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, സെയിൽസ് ഇൻവോയ്സ് കിട്ടും. അപ്പോൾ ആ നേരെ സെയിൽസ് ഇൻവോയ്സ് എടുത്തിട്ട് ചെറിയൊരു ചേഞ്ച് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, ചെറിയൊരു മാറ്റം. അപ്പോൾ നമ്മൾ സെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡ് ബാറിൽ കാണുന്ന ചേഞ്ച് മോഡിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+H അടിക്കുക. അപ്പോൾ നമുക്കതിൽ ആസ് വൗച്ചർ, ഐറ്റം ഇൻവോയ്സ്, അക്കൗണ്ട് ഇൻവോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് കിട്ടും. അതിൽ നമ്മൾ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണ് എടുക്കേണ്ടത്. അക്കൗണ്ടിങ് ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ പെർട്ടിക്കുലർ മോഡായിട്ട് വന്നു കഴിഞ്ഞു. കണ്ട, ഇവിടെയാണ് നമ്മൾ സർവീസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുക. പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ളടത്ത് Alt+C അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ABC കമ്പനി കൊടുത്തു. അണ്ടർ സൺട്രി ഡെപ്റ്റർ ആണ്, കാരണം സെയിൽ ഇൻവോയ്സിലാണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാനാണ്. അപ്പോൾ അണ്ടർ സൺട്രി ഡെപ്റ്റർ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെർട്ടിക്കുലറിൻ്റെ ആ ഭാഗത്തേക്ക് എത്തും. പെർട്ടിക്കുലറിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഷോപ്പാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സർവീസാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുകയാണ് ലാപ്ടോപ്പ് സർവീസ്. Alt+C അടിച്ചിട്ട് ലാപ്ടോപ്പ് സർവീസ്. അതിൻ്റെ അണ്ടറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സർവീസാണ്. Alt+C അടിച്ചിട്ട് അണ്ടറിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, Alt+C അടിച്ചിട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൻ്റെ അണ്ടറാണ് നമ്മൾ ഡയറക്റ്റ് ഇൻകായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അണ്ടർ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലാപ്ടോപ്പ് സർവീസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് എമൗണ്ട് കിട്ടിയതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് ഞാൻ കൊടുത്തു പ്രിൻ്റർ സർവീസ്. പ്രിൻ്റർ സർവീസിൻ്റെ അണ്ടർ സർവീസ് തന്നെ സെലക്ട് ചെയ്യുക. ഈ സർവീസ് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാണ്ടെങ്കിൽ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അണ്ടറാണ് നമ്മൾ ഡയറക്റ്റ് ഇൻകം കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, മോണിറ്റർ സർവീസ്. ആ മോണിറ്റർ നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അണ്ടറും സർവീസ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്.
സർവീസ് നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. അതിൻ്റെ എമൗണ്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ എമൗണ്ട് ഇട്ട് കൊടുക്കുക. അത് നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമുക്ക് സർവീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏതൊരു സർവീസ് ആണെങ്കിലും നേരെ ഓൾട്ട് സി അടിച്ചിട്ട് സർവീസ്, ഏത് സർവീസാണോ സർവീസ് കൊടുക്കുക, അതിൻ്റെ അണ്ടറായിട്ട് നമ്മളാണ് സർവീസ് സെലക്ട് ചെയ്യേണ്ടത്. സർവീസ് ഓൾറെഡി ഇതിലില്ല, അപ്പോൾ നമ്മൾ ഓൾട്ട് സി അടിച്ചിട്ട് സർവീസ് എന്നൊരു അണ്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ സർവീസും കൊടുത്ത് നേരെ എൻ്റർ ചെയ്യുന്നു, ന്യൂ റെഫറൻസ് കൊടുക്കുക, ബിൽ നമ്പർ ഇട്ടിട്ട് നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്ന പോലെ നേരെ സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർവീസ് മാത്രമുള്ള ഇൻവോയ്സ് ആണെങ്കിൽ ചെയ്യേണ്ടത്. ഇനി ഒരു സെയിലിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ സർവീസ് ഉണ്ട് എന്ന് കരുതുക. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കാരണം നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ കാണാം. ഡയറക്റ്റ് ഇൻകത്തിൻ്റെ ഭാഗത്ത് സർവീസ് നമുക്ക് വന്നതായിട്ട് കാണാം, ഏതൊക്കെ സർവീസുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റും അതിൻ്റെ കൂടെ നമ്മൾ സർവീസും ഉണ്ട്, അതായത് സെയിൽസ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞ സംഭവം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ നേരെ കൺട്രോൾ വെച്ചടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഐറ്റം ഇൻവോയ്സ് സെലക്ട് ചെയ്യുക. അതായത് ചേഞ്ച് മോഡൽ വന്നിട്ട് ഐറ്റം ഇൻവോയ്സ് തന്നെ സെലക്ട് ചെയ്യുക, സാധാരണ സെയിൽസ് എടുക്കുക. എന്നിട്ട് ഞാനവിടെ പാർട്ടിനെ കൊടുത്തു. പാർട്ടി നമ്മളിപ്പോൾ എന്തായാലും ക്രിയേറ്റ് ചെയ്ത സെയിം ABC കമ്പനിയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സെയിൽസ് ലെഡ്ജർ എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽസ് കൊണ്ട് കൊടുത്തു, അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ്. ഇനി എന്തൊക്കെയാണോ ഐറ്റംസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഐറ്റംസ് ഒക്കെ കൊടുക്കുക. ഞാൻ കൊടുത്തു ഹാർഡ് ഡിസ്ക് ഓൾറെഡി ഇതിലുള്ള ഒരു ഐറ്റമാണ്. ഹാർഡ് ഡിസ്ക് നമ്മൾ സെയിൽ ചെയ്യുന്നു. ഹാർഡ് ഡിസ്ക് 10 നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഒരു റേറ്റ് ഞാൻ ഏകദേശം റേറ്റ് ഇട്ട് കൊടുത്തു 4500. അടുത്ത് കീബോർഡ് നമ്മൾ സെയിൽ ചെയ്യുന്നു. കീബോർഡിൻ്റെ റേറ്റ് 25 ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എത്രയെന്ന് വെച്ചാൽ അത് കൊടുക്കുക, അതിന് എമൗണ്ട് കൊടുത്തു. അതേപോലെ മോണിറ്ററിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ അത് കൊടുക്കുക. മോണിറ്റർ നമ്മളൊരു 10 സെയിൽ ചെയ്യുന്നത് 4500. നെക്സ്റ്റ് നമ്മളൊരു മൗസാണ് സെയിൽ ചെയ്യേണ്ടത്. മൗസിൻ്റെ ഒരു 5 നമ്മൾ മൗസ് സെയിൽ ചെയ്യേണ്ടത്, റേറ്റ് 300. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ട് എല്ലാ ഐറ്റംസും കൊടുത്തു കഴിഞ്ഞ ശേഷം എൻഡ് ഓഫ് ലിസ്റ്റ് വന്ന് എൻ്റർ ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് ഈ ടോട്ടൽ എമൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ സാധാരണയൊക്കെ നമ്മൾ ഡിസ്കൗണ്ടൊക്കെ കാണിക്കാറില്ല ടോട്ടൽ എമൗണ്ടിൻ്റെ ഒക്കെ കൂടെ, അതേപോലെ അവിടെ വന്നിട്ട് നമ്മൾ എന്തൊക്കെ സർവീസാണോ അവിടെ കൊടുക്കേണ്ടത് വെച്ചെങ്കിൽ കൊടുക്കുക. സർവീസിൻ്റെ ഒക്കെ എമൗണ്ട് ഇടേണ്ടത് റേറ്റ് പെർ എന്നുള്ളിടത്തല്ല, റേറ്റ് പെർ എന്നുള്ളിടത്ത് ഇട്ട് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും വരാം. അപ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ കൊടുക്കരുത്. നമ്മൾ കൊടുക്കേണ്ടത് എമൗണ്ടിൻ്റെ സ്ഥാനത്താണ് നമ്മൾ സർവീസിൻ്റെ എമൗണ്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ സെയിലിൻ്റെ എമൗണ്ടിലേക്ക് നമ്മൾ സർവീസിൻ്റെ എമൗണ്ടും കൂടി എന്താവും, ആഡ് ആവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി കഴിഞ്ഞു. അതായത് സർവീസ് നമുക്ക് കിട്ടി കഴിഞ്ഞു, എത്രയാണ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്നുള്ള നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. നേരെ എൻ്റർ ചെയ്യുക, എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുക, നമ്മളിപ്പോൾ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതെങ്ങനെ പ്രിൻ്റ് എടുക്കുക എന്നും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. പ്രിൻ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ശേഷം, സേവ് ചെയ്ത ശേഷം നമ്മൾ നേരെ Ctrl+P അടിക്കുക. അതായത് നമ്മൾ ഡാബ് ബുക്കിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ പേജ് അടിച്ചിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. പ്രീവിയസ് മുമ്പ് ചെയ്ത സെയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഡാബ് ബുക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്തു. അതിന് നമ്മൾ Ctrl+P അടിച്ച് കഴിഞ്ഞു. Ctrl+P അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രിൻറ്റ് സെലക്ട് ചെയ്ത് നേരെ പ്രിൻറ്റ് വരും. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് അതിൻ്റെ പ്രിവ്യൂ ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ കണ്ട ഇതാണ് അതിൻ്റെ നമ്മൾ ചെയ്ത സെയിൽസ് ഇൻവോയ്സ്. അതായത് നമ്മൾ സർവീസും സെയിലും കൂടെ അടങ്ങുന്ന ആ ഇൻവോയ്സിൻ്റെ പ്രിൻ്റാണ് ഈ തന്നിട്ടുള്ളത്. അത് പ്രിവ്യൂ ആണ് ഈ കാണിക്കുന്നത്. അതിൽ പ്രിൻറ്റിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നേരിട്ട് പ്രിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സർവീസ് ഇൻവോയ്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.